ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനം സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ തമിഴിലെ പോലെ തന്നെയാണ് മലയാളത്തിലും ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ജീവന്റെ അച്ഛനും കൂടി വന്നിട്ട് അനുവിന വീണ്ടും പെണ്ണ് ആലോചിച്ച് വന്നിരിക്കുകയാണ്. അപ്പൊ അനു പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ സ്വപ്നം നിറവേറ്റി കൊടുക്കണം. അച്ഛൻ ഞങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തന്നിട്ട് ഞങ്ങൾ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കണമെന്ന് മാത്രമേ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മുടെ അച്ഛനെ പോലത്തെ ഒരു അച്ഛനെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാത്തതിനെ പുറത്ത് നിർത്തുകയോ അല്ലെങ്കിൽ ബസ്സിൽ പോകുന്ന സമയത്ത് ബസ് കാശില്ലാതെ ഞങ്ങൾ പുറത്താക്കുകയോ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിൻ്റെയൊക്കെ അതിലേക്ക് ഫുൾ ക്രെഡിറ്റ് എൻ്റെ അച്ഛനെയാണ്. അച്ഛൻ്റെ ആവും പകലും കഷ്ടപ്പെട്ട ഞങ്ങളുടെ 4 മക്കളെ വളർത്തി വലുതാക്കി ഈ നിലയിൽ എത്തിച്ചത്. പക്ഷെ അച്ഛന് ആ സമയത്തും ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായുള്ളൂ, മക്കളെ കെട്ടിച്ച് വിട്ട് ആ ഒരു രീതിയിൽ പോകണമെന്നല്ല. ബാക്കി ഇപ്പോഴത്തെ തലമുറയിൽ അച്ഛന്മാരെ ആലോചിക്കണ പോലെ മക്കളെ കെട്ടിച്ചു വിടണേക്കാളും നല്ലത് അവർക്കൊരു ഭാവി ഉണ്ടാവണമെന്ന് എൻ്റെ അച്ഛൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. ഈ വീട്ടിൽ നിന്ന് ഒരു കളക്ടർ വേണമെന്ന് എൻ്റെ അച്ഛന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതുവരെ അതിനെ ആർക്കും സാധിച്ചില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയണു, എനിക്ക് കളക്ടർ ആവാൻ സാധിക്കും. എൻ്റെ അച്ഛന് വേണ്ടി ഞാൻ IAS എഴുതും, ഞാൻ കളക്ടർ ആകും എന്നൊക്കെ അനു പറയണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് കഴിഞ്ഞിട്ടേ ഉള്ള വിവാഹവും കാര്യങ്ങളൊക്കെ. ജീവനെ എനിക്കിഷ്ടമാണ് എന്നൊക്കെ അനു പറയുന്നുണ്ട്. അപ്പൊ അത് കേൾക്കുന്ന നമ്മുടെ ജീവൻ കണ്ണ് നിറഞ്ഞുകൊണ്ട് ബാലനെ കെട്ടിപ്പിടിക്കുകയാണ്. അച്ഛനെ പോലത്തെ ഒരാളെ കിട്ടെ പെൺകുട്ടികൾ ഭാഗ്യം ചെയ്യണം, ഇതുപോലെ മനസ്സിലാക്കി പഠിപ്പിച്ച് അവരെ നല്ല നിലയിൽ എത്തിക്കാൻ നോക്കുന്ന അച്ഛന്മാരെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം എന്നൊക്കെ പറയാണ്. ശേഷം അനുവിനോട് പറയണം, അനു ബെസ്റ്റ് ഓഫ് ലക്ക്, നീ നിന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്ത്. ഒരു കളക്ടറിന്റെ ഭർത്താവാന്ന് പറയാനിട്ടും ഒരു ഗമയൊക്കെയല്ലേ, ഞാൻ കാത്തിരിക്കാം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാണ്, അനുക്കും സന്തോഷമാവുന്നു കേട്ടോ. അങ്ങനെ അനുക്ക് വേണ്ടി നമ്മുടെ ജീവൻ കാത്തിരിപ്പ് തുടങ്ങാണ്. അതായത് അനു പഠിച്ച് ഒരു കളക്ടർ ആകുന്നവരെ ജീവൻ ഫുൾ സപ്പോർട്ട് കൊടുത്ത് അനുവിന്റെ കൂടെ നിൽക്കാൻ തന്നെ തീരുമാനിക്കുക കേട്ടോ. അതേസമയം അലോകാണെങ്കിൽ അനുവിനെ കുറിച്ചുള്ള വിചാരം മാത്രമേ ഉള്ളൂ കേട്ടോ. അത് അനുവായിട്ട് പ്രണയിച്ചിരുന്നുള്ള സംഭവങ്ങളും അനുവിനെ സ്നേഹിച്ച് നടന്നപ്പോൾ സംഭവങ്ങളും അനുവിനെ താൻ പറ്റിച്ച് നടന്നതും ഒക്കെ തന്നെ ആലോചിക്കുകയാണ് അലോക്. അതൊക്കെ അലോകിന്റെ മനസ്സിൽ വരാത്തൊരു വേദന അനുഭവപ്പെടാണ്. കാരണം എന്തുമാത്രം അവൾ തന്നെ സ്നേഹിച്ചിരുന്നു, വീട്ടുകാരുടെ കണ്ണ് വെട്ടിച്ച് പറയുന്നിടത്തൊക്കെ വരുമായിരുന്നു. തന്നെ എന്തുമാത്രം ആത്മാർത്ഥമായിട്ട് പ്യുവറായിട്ടാണ് അവൾ സ്നേഹിച്ചത്. പക്ഷെ ചതിയിലൂടെ മാത്രമേ അവളെ താൻ കണ്ടിട്ടുള്ളൂ. സ്നേഹത്തിന്റെ ഒരു കണിക പോലും അവളുടെ അടുത്ത് തനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അനുവിന്റെ ആ ഒരു സ്നേഹത്തിന്റെ നന്മ. അനുവിന്റെ സ്നേഹം, അനുവിനെ പോലത്തെ ഒരു പെൺകുട്ടിയുടെ സ്നേഹം കിട്ടാനായിട്ടും അതിനൊരു ഭാഗ്യം ചെയ്യണം. ആ ഭാഗ്യം തനിക്ക് കിട്ടിയപ്പോ താൻ അത് തട്ടിക്കളഞ്ഞു. പക്ഷെ ഇനിയിപ്പോ ഒരു കാര്യം അലോക് തീരുമാനിച്ചിരിക്കുകയാണ്, വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അനുവിനെ മാത്രം മതി, അല്ലാതെ തനിക്കൊരു വിവാഹം വേണ്ട. ഇപ്പൊ അനുക്ക് തന്നെ ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ വേണ്ട, താൻ വിവാഹമേ കഴിക്കുന്നില്ല. പക്ഷെ വിവാഹം എന്നൊന്നുണ്ടെങ്കിൽ അത് അനുവായിട്ട് മാത്രമേ ഉള്ളൂ. ഒറ്റക്കാലിൽ നിൽക്കാട്ടോ അലോക്. അങ്ങനെ അലോക് റൂമിന്റെ പുറത്തിറങ്ങുമ്പോഴേക്കും അച്യുതൻ പറയണ്ടേടാ, ദേ ഏട്ടൻ പറഞ്ഞത് കേട്ടില്ലേ, അന്ന് നിനക്കൊരു കല്യാണാലോചന വന്നിരുന്നല്ലോ, ഒരു അമേരിക്കക്കാരന്റെ ഒറ്റമോളുടെ കോടീശ്വരന്റെ, അതെ ആ ആലോചനയായിട്ട് മുന്നോട്ട് പോകുന്ന ഏട്ടൻ പറയണത്. അവരായിട്ട് ഏട്ടൻ സംസാരിച്ചായിരുന്നു, അവർക്ക് ഇപ്പോഴും വിവാഹത്തിന് നല്ല താല്പര്യമുണ്ട്. പിന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അവരെ അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, ഇതൊരു ഡ്രാമ കല്യാണമല്ലോ, അത് അവർക്ക് പറഞ്ഞാൽ അവർക്കത് മനസ്സിലാവും ചെയ്യും. അവർ അമേരിക്കയിലായതുകൊണ്ട് ഇവിടെ നടന്ന പ്രശ്നങ്ങളൊന്നും അവർക്ക് അറിയില്ല. അതുകൊണ്ട് ഈ വിവാഹം നടത്താന്നാണ് ഞങ്ങൾ തീരുമാനിച്ചേക്കണത്. അപ്പൊ അലോകിനോട് അനന്തൻ ചോദിക്കണ്ട, അച്യുത നീ മിണ്ടാതിരിക്കും, ഞാൻ സംസാരിക്കാം. അലോകെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ആ വിവാഹ പ്രപ്പോസലായിട്ട് മുന്നോട്ട് പോയിക്കോട്ടെ. കാരണം എന്റെ സുഹൃത്തിന്റെ മകളാണ്, അപ്പൊ നിനക്ക് സുഹൃത്തിനോട് ഒരു വാക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ചോദിക്കണത്, നിന്റെ വിവാഹമാണ്, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തോട്ടെ എന്ന് അനന്തൻ ചോദിക്കുമ്പോ അലോക് പണ്ട് വലിയച്ഛ ഇപ്പൊ അതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കല്ലേ. എന്നിട്ട് അച്യുതൻ ചോദിക്കണേ, നീ എന്താണ് ഈ പറയണത്? നിനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ പണക്കാരി പെണ്ണ്, ഒറ്റ മോള്, അമേരിക്ക സെറ്റിൽ ആവാ, അന്നൊക്കെ നിന്റെ ആയിരുന്നില്ലേ ഏറ്റവും വലിയ ആഗ്രഹം. എന്നിട്ട് നീ ഇപ്പൊ എന്തെങ്കിലും മാറ്റി പറയണത്? അച്ഛാ അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ പണത്തിന് സ്വർണത്തിനേക്കാളൊക്കെ വലുതായിട്ട് ഒന്നും ഉണ്ട് അച്ഛാ. എടാ നീ എന്തൊക്കെയാ മാങ്ങാത്തൊലിയാടെ ഈ പറയണത് ചോദിക്കുമ്പോഴേക്കും, അച്ഛാ അനുവിനെ പോലത്തെ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിനെ കയ്യിൽ കിട്ടിയിട്ടും ഞാൻ കളഞ്ഞില്ലേ അച്ഛാ. അതേപോലത്തെ ഒരു മഹാലക്ഷ്മി പോലത്തെ പെൺകുട്ടി എനിക്ക് എവിടെ കിട്ടാനാണ് അച്ഛാ? അവളെ പോലത്തെ ഒരു പെൺകുട്ടിനെ കിട്ടാൻ ഒരു ഭാഗ്യം ചെയ്യണമായിരുന്നു. എനിക്ക് ആ ഭാഗ്യം കിട്ടിയപ്പോൾ ഞാൻ തട്ടിക്കളഞ്ഞു അച്ഛാ. ഞാൻ അച്ഛനോട് വലിയച്ഛനോട് ഈ വീട്ടിലെല്ലായിടത്തും കൂടി ഞാൻ പറയാണ്, എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അനുവായിട്ട് മതി, അല്ലാന്നുണ്ടെങ്കിൽ വിവാഹം വേണ്ട. ഇപ്പൊ അവൾക്ക് എന്നെ ഇഷ്ടമില്ല, ഞാൻ നിർബന്ധിക്കൊന്നുമില്ല. അവൾ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല. അവളെ പുറകെ നടന്ന് ശല്യം ചെയ്യൂല, ആ വീട്ടുകാരുടെ പുറകെ നടന്ന് ശല്യം ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ആരും എന്നെ ശല്യം ചെയ്യാനും പാടില്ല. വിവാഹം കഴിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് വേറൊരാളെ വിവാഹം കഴിക്കാൻ പറ്റില്ല, എനിക്ക് അനുവിനെ മതി, അനുവിനെ മാത്രമേ എനിക്ക് വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കാലി നിൽക്കാണ് അലോക് കേട്ടോ. എന്നിട്ട് അകത്തേക്ക് കയറി പോകണ്ട. രാജശ്രീ പറയണ്ടേ, എന്റെ അച്ഛനായിട്ട് ഇവനെന്താ തലക്ക് പ്രാന്തായോ? ഇവനെ ജയിലിൽ കിടന്ന സമയത്ത് ഇവൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? അവിടെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയായിരുന്നോ? അല്ല ഇവന്റെ ഈ സ്വഭാവത്തിൽ എന്ത് ഇത്ര വലിയ മാറ്റം? ഇവിടുന്ന് പോയ അലോകയല്ല തിരിച്ചു വന്നപ്പോ ഇത് ഇവന്റെ അഭിനയമാണ് എന്ന് പറയുമ്പോ അച്യുതൻ പറഞ്ഞത്, അതെ ഇത് അവന്റെ അഭിനയം മാത്രമാണ് കേട്ടാ, എനിക്കൊന്ന് അനുവിനോട് പകരം വീട്ടാനായിട്ട് അവൻ പുതിയ മുഖം അടുത്ത് അണിയണതായിരിക്കും എന്ന് പറയുമ്പോ അനന്തൻ പറയണ്ടേ, എനിക്ക് തോന്നുന്നില്ല അഭിനയമാണെന്ന്, അവൻ മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞതായിട്ടാ എനിക്ക് തോന്നുന്നത് എന്ന് അനന്തനും പറയുന്നുണ്ട്. അങ്ങനെ അലോകിനൊരു ആഗ്രഹോട്ട അനുവിനൊന്ന് കണ്ട് തന്റെ പ്രണയം തുറന്നു പറയണം. അനു നിരസിക്കുകയാണെങ്കിൽ ഓക്കെ വേണ്ട കുഴപ്പമില്ല,
പക്ഷെ അനുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തന്നെ എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാം എന്ന് പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അലോക്. അങ്ങനെ അലോക് വിചാരിച്ച പോലെ തന്നെ അനു പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്ക് പോണത് കാണുമ്പോഴേക്കും അലോകും പുറത്തേക്ക് പോവാട്ടോ. അപ്പൊ രാജശ്രീ അച്ഛനും ചോദിക്കണേ നീ എവിടേക്ക് പോകണം, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോകണമെന്ന് ഇവർ പോകുവാണ് അലോക്. അപ്പൊ അനു ആണെങ്കിൽ ഒറ്റയ്ക്ക് നമ്മുടെ ഗോമതി സ്റ്റോഴ്സിൽ അതോ പുറത്ത് കടയിൽ അവിടെ എവിടെ പോകാനായിട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പോകുന്ന സമയത്ത് തമിഴിലുള്ള ഭാഗമായിട്ടോ. അപ്പൊ ഇങ്ങനെ പോകുമ്പോഴേക്കും അലോക് പുറകിൽ വരുന്നുണ്ട്. അനു അനു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അനു ആകെ ഷോക്കായിട്ട് പുറകിലേക്ക് നോക്കാണ്, തിരിഞ്ഞു നിൽക്കാണ്. കാരണം ആലോക് തന്നെ ഉപദ്രവിക്കും, എന്താ ഉദ്ദേശം എന്ന് അറിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം കാലൊക്കെ പിടിച്ചു കയറുന്നുള്ളത് ശരി തന്നെയാ, പക്ഷെ എന്താ ഇവയാളുടെ സ്വഭാവം എപ്പോഴാ മാറണമെന്ന് അറിയില്ലല്ലോ. അപ്പൊ അനു അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നോക്കാണ്, ഈശ്വര ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കാണ്. അപ്പൊ ആരും ഇല്ലട്ടോ. അപ്പൊ അനുക്ക് ഭയങ്കര പേടിയാവാണ്. അപ്പൊ അലോക് ഓടി വരുന്നുണ്ട്. അനു നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കാന്ന് വന്നതല്ല, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അനു എന്ന് പറയാണ്. എന്താ അലോകിനെ പറയാനുള്ളത്, പെട്ടെന്ന് പറയാൻ, എനിക്ക് പോകണം. ശരി, ഞാൻ നിന്നെ ശല്യം ചെയ്യുന്നതല്ലോ, ഒരൊറ്റ മിനിറ്റ് അനു, നീ എന്നോട് ക്ഷമിക്കണം. അത് അലോക് ഇന്നലെ പറഞ്ഞതല്ലേ, അതിൽ കൂടുതൽ വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എനിക്ക് പോകണം. അനു, എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് നിന്റെ സ്നേഹം എത്രമാത്രം നീ എന്നെ സ്നേഹിച്ചിരുന്നു എന്ന്. നിന്റെ സ്നേഹവും ആ ഒരു കരുതലൊക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കണത്. അനു, എനിക്കൊരു ആഗ്രഹമുണ്ട്, നിനക്ക് ഇപ്പോഴും ഉള്ളിനുള്ളിൽ എന്നോട് സ്നേഹം ഉണ്ടോ അനു? എന്നോട് നീ ഇപ്പൊ എന്നെ പ്രണയിക്കുന്നുണ്ടോ അനു? മുമ്പ് എന്നെ പ്രണയിച്ചതിന്റെ ബാക്കി എവിടെയെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ? ഉണ്ടെങ്കിൽ നീ ഒന്ന് തുറന്നു പറ. അലോകെ, എനിക്ക് നിന്നോട് ഇപ്പൊ ഒന്നുമില്ല, ദേഷ്യമില്ല, സ്നേഹമില്ല, ഒന്നുമില്ല. നീ ഒന്ന് പോ അനു. അലോകെ, ശരി ഞാൻ പോകാം, പക്ഷെ ഒരു കാര്യം അനു, ഞാൻ നിന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. ഇപ്പോഴാണ് ഞാൻ പ്രണയം എന്താന്ന് അറിയണത്. എന്റെ ജീവിതത്തിൽ പ്രണയം എന്തെന്ന് മനസ്സിലാക്കണത് ഈ ഒരു സമയത്താണ്. അനു, ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നീ എന്നോട് പറയണം. അതെല്ലാന്നാണെന്നുണ്ടെങ്കിൽ നീ ആരെ വിവാഹം കഴിച്ചാലും കുഴപ്പമില്ല അനു, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ഈ ജീവിതം ഒഴിഞ്ഞു വെക്കും. നിന്നെ ആലോചിച്ച് ഞാൻ ഈ ജീവിതം അങ്ങനെ തീർത്തോളാം അനു എന്നൊക്കെ പറഞ്ഞിട്ട് അലോക് അവിടെ നിന്ന് പോവാണ്. അനു ശരിക്കും ചുറ്റി പോവാട്ടോ. കാരണം ഒരു ഭാഗത്ത് ജീവൻ തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ റെഡിയാവുന്നു, മറുഭാഗത്ത് അലോക് ഇനിയിപ്പോ എത്ര കാലം കഴിഞ്ഞാലും കുഴപ്പമില്ല, ഇപ്പൊ കല്യാണം കഴിച്ചില്ലെങ്കിൽ മനുവിനെ തന്നെ ഭാര്യയായിട്ട് മനസ്സിൽ പ്രതിഷ്ഠിച്ച് കഴിയുമോ എന്ന് പറയുന്നു. അങ്ങനെ അലോക് അനു ആകെ ധർമ്മസങ്കടത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ അങ്ങനത്തെ ഭാഗമാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. ഇപ്പൊ തമിഴിലെ ഭാഗമായിട്ടത്. പക്ഷെ തമിഴിൽ വേറൊരു ഭാഗം കൂടി, അത് നമുക്ക് നാളെ വരും. വേറൊന്നുമല്ല, ആനന്ദ് ആ സത്യം തുറന്നു പറയാണ്. ദേവിയുടെ അച്ഛൻ ഉദയഭാനുവാണ് കള്ളനെന്നും 25,000 രൂപ മോഷ്ടിച്ചതും അതിനു മുമ്പ് 2,000 രൂപ മോഷ്ടിച്ചതും ഒക്കെ ഉദയഭാനു ആണെന്ന് ഇതറിയുമ്പോൾ വീട്ടിലെല്ലാവരും ആനന്ദിനെതിരെ തിരിയാണ്. നീ എന്തൊക്കെ അസംഭവമാണ് പറഞ്ഞത്, എന്തൊക്കെ വൃത്തികേടാണ് പറഞ്ഞത്, ഒരു മാനിനായിട്ടുള്ള കോടീശ്വരനെ കുറിച്ച് എന്തൊരു വൃത്തികെട്ട വർത്താനുണ്ടോ നീ പറയണത്. അതുകൊണ്ട് നമ്മുടെ ഗോമതി ഒറ്റ അടിയൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ആനന്ദിന്റെ മുഖത്തേക്ക്. അപ്പൊ ആനന്ദ് പറഞ്ഞു, നിങ്ങൾ എത്ര വേണമെങ്കിലും അടിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തു, എന്ത് വേണമെങ്കിലും പറ, പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനിത് നിങ്ങൾക്ക് തെളിവോടുകൂടി കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ദേവിയുടെയും ദേവിയുടെ വീട്ടുകാരുടെയും കള്ളത്തരവും ചതിയും എല്ലാം തന്നെ മനസ്സിലാക്കാണ്. അങ്ങനെ ദേവി പടിയിറങ്ങി പോകാൻ പോകുന്ന ഭാഗമാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അതെ, ദേവി പടിയിറങ്ങി പോകുക തന്നെ ചെയ്യും. പക്ഷെ തമിഴില് ഈ പടിയിറങ്ങി പോയിക്കുമ്പോൾ ദേവി പ്രഗ്നന്റ് ആവുന്നുണ്ട്. തമിഴിൽ അത് ഒറിജിനലായിട്ട് പ്രഗ്നന്റ് ആവും കേട്ടോ. പക്ഷെ ഇതില് ആനന്ദും ദേവിയും കൂടി ഇനിയിപ്പോ ഒന്നിക്കാനുള്ള അവസരം എന്താണോ എന്തോ അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. തമിഴിൽ ആ ഒരു പ്രഗ്നന്റ് ആണെന്ന രീതിയിൽ അറിയുമ്പോൾ വീണ്ടും വരുന്നൊക്കെ ചെയ്യും. പക്ഷെ ഇതിൽ അങ്ങനത്തെ ഒരു സാഹചര്യവും ഇല്ല. അതുകൊണ്ട് ദേവി ഇറങ്ങിപ്പോയി, ചിലപ്പോൾ ഇറങ്ങിപ്പോയത് തന്നെയായിരിക്കും. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.